നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ്. അന്വേഷണത്തെ എന്തിനാണ് പേടിക്കുന്നതെന്ന ചോദ്യമാണ് ഷോൺ ജോർജ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് ഒരു പരാതിക്കാരനാണ്. കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നിരവധി ആരോപണങ്ങൾ ഷോൺ ജോർജ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയൊക്കെ ചൊരിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ ഒരു കർണാടക ഹൈക്കോടതി വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഷോൺ ജോർജ്. എന്തിനാണ് അന്വേഷണത്തെ പേടിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. SFIOയ്ക്ക് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ഈ വിവരങ്ങൾ, അതായത് SFIOയ്ക്ക് എന്തൊക്കെ വിവരങ്ങളാണ് താൻ നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച വെളിപ്പെടുത്തുമെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും തിങ്കളാഴ്ച താൻ എന്തൊക്കെയാണ് SFIOയോട് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പറയുമെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് SFIOയ്ക്ക് മുന്നിൽ നൽകിയ തെളിവുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച വെളിപ്പെടുത്തുമെന്നാണ് ഷോൺ ജോർജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം വീണ വിജയന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു എക്സാലോജിക്കിലെ ഈ ഒരു കോടതി വിധി. എക്സാലോജിക് CMRL ഇടപാടുകളിൽ SFIO അന്വേഷണം തുടരാമെന്നാണ് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന പ്രധാന പ്രതി. ഫെബ്രുവരി 12-ന് 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളായിരുന്നു കോടതിയിൽ നടന്നത്. കമ്പനീസ് ലോ ചട്ടം 210 പ്രകാരം ROC അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്ന് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ വക്കീൽ അരവിന്ദ് ദത്തർ വാദിച്ചു. എന്നിട്ടും അതേ നിയമത്തിലെ ചട്ടം 212 പ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തതയില്ലെന്നും ഇത് നിയമപരമല്ലെന്നും ദത്തർ വാദിച്ചു. എന്നാൽ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRL ഇടപാടുകളിൽ നടന്നിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കിയിരുന്നു. 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ കൈമാറി എന്നതിനും തെളിവുകളുണ്ട് എന്നാണ് വാദം. വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം നടത്താൻ SFIO പോലെ വിശാല അധികാരമുള്ള സംവിധാനം ആവശ്യമാണെന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉത്തരവെന്നും AST വാദിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഹൈക്കോടതി വിധി വന്നത് വളരെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. ഒറ്റവരി വിധിയാണ്. അന്വേഷണം തുടരാമെന്നാണ് കോടതി വിധി. ഇതിൻ്റെ പകർപ്പ് നാളെ കിട്ടും. എന്തായാലും വിധി പറയുന്നതുവരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ല എന്ന് കർണാടക കോടതി SFIOയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്കൊന്നും കടന്നിരുന്നില്ല. ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ്. SFIO ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക് ഹാജരാക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് SFIOയ്ക്ക് നൽകിയ തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് ഷോൺ ജോർജ് തിങ്കളാഴ്ച അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.